ഹായ് എവരി വൺ. ഇൻഫോമർ ഹരീഷ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ലാസ്റ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ്, ഇതിന്റെ കണ്ടിന്യൂ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇൻസ്റ്റാഗ്രാം കണ്ടിട്ട് വന്ന ആൾക്കാരായിരിക്കാം, കൂടാതെ ഡയറക്റ്റ് യൂട്യൂബിൽ തന്നെ കാണുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ ഒന്നുകൂടി ഞാൻ എൻ്റെ കയ്യിലുള്ള വീഡിയോ ഞാൻ അത് ഒന്ന് പ്ലേ ചെയ്ത് തരാം. ജസ്റ്റ് നിങ്ങളൊന്ന് കാണുക. എല്ലാവരും വീഡിയോ കണ്ടില്ലേ? എന്താണ് ആ വീഡിയോ? അപ്പൊ ഇതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി 24 ക്യാരറ്റ് ഗോൾഡ് ലാസ്റ്റ് ടൈം ഞാൻ ഇതിന്റെ മുമ്പത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും തോന്നുന്നു. അപ്പോൾ 24 ക്യാരറ്റ് ഗോൾഡ് എന്താണ്, എന്താ കാര്യം, അപ്പോൾ ആ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ ഇത് കാണുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 24 ക്യാരറ്റ് ഗോൾഡിൽ നിങ്ങൾക്ക് വീഡിയോ, ഇപ്പോൾ ഗോൾഡിനെ കുറിച്ച് കുറച്ചെങ്കിലും അറിയുന്ന ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവാം. അല്ലാതെ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു തരാം. 24 ക്യാരറ്റ് ഗോൾഡിന്റെ ബിസ്ക്കറ്റ് ആണ് ആ വീഡിയോയിൽ കാണിക്കുന്നത്. ആക്ച്വലി അത് 24 ക്യാരറ്റ് ബിസ്ക്കറ്റ്, അതായത് നിങ്ങൾ ബാങ്കിൽ നിന്ന് വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങുമ്പോഴോ എങ്ങനെയാണ് ഒരു 24 ക്യാരറ്റ് ബിസ്ക്കറ്റ് ഉള്ളത്, സെയിം അതുപോലെ 24 ക്യാരറ്റ് ബിസ്ക്കറ്റ് ആണത്. ആക്ച്വലി അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1 കിലോ വെയിറ്റ് ഉണ്ട്, 1 kg. ആക്ച്വലി അത് 1 kg ഉണ്ടോ? തീർച്ചയായും ഇല്ല. കാരണം അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് മാക്സിമം 15 to 20 grams മാത്രമേ വെയിറ്റ് ഉണ്ടാവുള്ളൂ. കാരണം അതിന്റെ മുകൾ ഭാഗത്ത് 24 ക്യാരറ്റിന്റെ ഷീറ്റാണ്. ആ ഷീറ്റ് എന്ന് പറയുന്നത് തനി തങ്കമാണ്, 24 ക്യാരറ്റ് ഗോൾഡ്. കാരണം അതിന്റെ ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ പ്യൂരിറ്റി കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ആ 24 ക്യാരറ്റ്, അതായത് പറഞ്ഞ ബാങ്കിൽ നിന്ന് എല്ലാ ജ്വല്ലറിയിൽ നിന്ന് എങ്ങനെ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത് അതുപോലെ അതിന്റെ ഡിസൈൻസ് കാര്യങ്ങൾ അതുപോലുള്ള സെയിം ബിസ്ക്കറ്റ് ആണ് നിങ്ങൾക്ക് ബാങ്കിലോ ഗോൾഡ് ജ്വല്ലറികളിലോ കിട്ടുന്നത്. അതുപോലത്തെ ബിസ്ക്കറ്റ് ആണ് ചെയ്തത്. ആക്ച്വലി അതിന്റെ കട്ട് ചെയ്യുന്നുണ്ട് ആ വീഡിയോയിൽ. അത് കഴിഞ്ഞിട്ട് തുറന്നു നോക്കുന്നുണ്ട്. തുറന്നു നോക്കുമ്പോൾ അതിന്റെ അകത്ത് എന്ന് പറയുന്നത് ഗോൾഡ് അല്ല, ഇരുമ്പിന്റെ കഷ്ണമാണ്. അതായത് ആ ഗോൾഡിന് എങ്ങനെയാണ് വേണ്ടത് അതിന്റെ കട്ടിങ് കൊടുത്തിട്ട് സെയിം 24 ക്യാരറ്റിന്റെ ആ സൈസ് ലെന്ത് എല്ലാം സെയിം ആണ്. അതേപോലെ കട്ട് ചെയ്തിട്ട് അകത്ത് ഇരുമ്പിന്റെ കട്ടി അതാണ് അതിന്റെ അകത്ത് വെച്ചിട്ടുള്ളത്. മുകൾ ഭാഗത്ത് ചെയ്തിട്ടുള്ള തനി ഫ്രോഡാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് എനിക്ക് കിട്ടിയത് എൻ്റെ കൂടെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാരനാണ് എനിക്കിത് അയച്ചു തന്നത്. അത് ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യുന്നുണ്ട് അവൻ കണ്ടിട്ട്, ഹരീഷ നീ ഇതിനെ കുറിച്ചിട്ടൊന്ന് വീഡിയോ ചെയ്യും, കൂടുതൽ ആൾക്കാർക്ക് ഇതിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് അയച്ചു തന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ലാസ്റ്റ് ടൈം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു 24 ക്യാരറ്റ് ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും ഞാൻ അതിനെ കുറിച്ച് ഞാൻ അതിലേക്ക് പോകുന്നില്ല. തീർച്ചയായും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ തീർച്ചയായും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവും എങ്ങനെയാണ് ഈ ഫ്രോഡ് നടക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് എങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യുക. ആ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ സേഫ് സോണിൽ നിൽക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതുപോലുള്ള ബിസ്ക്കറ്റ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ 1 kg ആവണമെന്നില്ല, ഇപ്പോൾ 20 ഗ്രാംസോ 50 ഗ്രാംസോ അല്ല ഒരു 100 ഗ്രാംസ് നിങ്ങൾ ഇന്നത്തെ വിലക്ക് നിങ്ങൾ വാങ്ങിയിട്ട് ഫ്യൂച്ചറിൽ നിങ്ങളെ മോളെ കല്യാണത്തിനോ അല്ലെങ്കിൽ മകളുടെ കല്യാണത്തിനോ വേറെ വീട് കെട്ടാൻ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സേവിങ്സിന് വേണ്ടിയിട്ട് വാങ്ങുന്ന 24 ക്യാരറ്റ് ഗോൾഡ് ആയിരിക്കും അത് ഫ്യൂച്ചറിൽ നിങ്ങൾ സെയിൽ ചെയ്യാൻ പോകുമ്പോൾ ഇതുപോലെ ഉള്ള ഒരു അവസ്ഥ ആണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരു ആഫ്റ്റർ 10 years ഒക്കെ കഴിഞ്ഞിട്ട് എന്തായിരിക്കും ഗോൾഡ് റേറ്റ്, അപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന നഷ്ടം എന്താണ്? അപ്പൊ ആരും നിങ്ങൾ ഹെൽപ്പിന് വിളിക്കും, ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞെങ്കിലേ അത് ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് പോവാതിരിക്കാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ടൈമിൽ, ആരെ കയ്യിൽ നിന്ന് വേണമെങ്കിലും ഏത് ബ്രാൻഡിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യുക 24 ക്യാരറ്റ് ബിസ്ക്കറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ സേഫ് സോണിൽ നിന്നിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കറക്റ്റായിട്ട് ആ വീഡിയോയിൽ എങ്ങനെയാണ് ഫ്രോഡ് ചെയ്തതെന്ന് എല്ലാം കറക്റ്റായിട്ട് റിയൽ ആയിട്ട് നടന്ന സംഭവമാണ്. അതായത് ആ ജ്വല്ലറിൽ നടന്ന ക്യാമറ ഫൂട്ടേജ് ആണ് എനിക്ക് അയച്ചു തന്നത്. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായും
കറക്റ്റായിട്ട് അത് കണ്ടിട്ട് മനസ്സിലാക്കുക. അപ്പോൾ എവിടെയൊക്കെയാണ് ഫ്രോഡ് നടക്കുന്നത് മനസ്സിലാക്കുക. തീർച്ചയായും നിങ്ങൾ എങ്ങനെ അത് കണ്ടുപിടിക്കുക, അപ്പോൾ അതിനെന്താണ് പ്രിക്കോഷൻസ് കാര്യങ്ങൾ, നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് കാര്യങ്ങളാണ് എടുക്കേണ്ടതെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇത് ജ്വല്ലറിയിലേക്ക് വരാം, ഇങ്ങനത്തെ ഓർണമെന്റ്സ് ജ്വല്ലറിയിലേക്ക് വരാം, ബാങ്കിലേക്ക് വരാം. ജ്വല്ലറിയിലേക്ക് വരുമ്പോൾ തീർച്ചയായും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കും എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അത് 24 ക്യാരറ്റ് എന്ന് വിചാരിക്കും. പക്ഷെ ജ്വല്ലറികളിൽ 15 to 20 lakhs എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് അനലൈസർ മെഷീൻ വെച്ചിട്ടുണ്ടാവും. അതിൽ അവർ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോൾ തീർച്ചയായും 24 ക്യാരറ്റ് പ്യൂരിറ്റി എന്ന് കിട്ടും. കാരണം ആ അനലൈസർ മെഷീൻ എന്ന് പറയുന്നത് റീഡ് ആവുന്നത് സ്കിൻ ടച്ച് പ്യൂരിറ്റി ആണ്. അതിൽ അനലൈസറിൽ അതിന്റെ പ്യൂരിറ്റി റീഡ് ആവുന്നത്, അതായത് നമ്മൾ സ്കിൻ മുകളിലത്തെ ഭാഗം മാത്രമാണ് അതിൽ പ്യൂരിറ്റി റീഡ് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 24 ക്യാരറ്റ് എന്ന് കാണിക്കും. അതുപോലെ എടുത്തു കഴിഞ്ഞെങ്കിൽ വലിയൊരു നഷ്ടമാണ് സംഭവിക്കുന്നത്. മാക്സിമം ജ്വല്ലറികളിൽ എല്ലാവർക്കും അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്, അവർക്കറിയാം അവരെന്ത് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു തരാം. ആ ഗോൾഡ് അവർ എടുത്തു കഴിഞ്ഞെങ്കിൽ ആ ബിസ്ക്കറ്റ് ഇപ്പോൾ അറിയാം. അങ്ങനെ ചെയ്യാത്ത ആൾക്കാർ, ചെയ്യാത്ത ജ്വല്ലറികൾ, ഇപ്പോൾ ചെറിയ ചെറിയ ജ്വല്ലറിലെ ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ വെയിറ്റ് അങ്ങനെ എടുക്കുക. എടുത്തതിന് ശേഷം അനലൈസർ മെഷീനിൽ ചെക്ക് ചെയ്യുക, പ്യൂരിറ്റി കിട്ടും. തീർച്ചയായും അങ്ങനത്തത് വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് 4-5 പീസായിട്ട് തന്നെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് വേണം അതിൽ ഒരു പീസ്, കട്ട് ചെയ്ത ഒരു പീസ് നിങ്ങൾ മെൽറ്റ് ചെയ്യുക. മെൽറ്റ് ചെയ്തിട്ട് അതിനെ അടിച്ചിട്ട് ഷീറ്റാക്കുക. ഷീറ്റാക്കിയതിന് ശേഷം അതിനെ കട്ട് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ പ്യൂരിറ്റി മെഷീനിൽ, അനലൈസർ മെഷീനിൽ ചെക്ക് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് കറക്റ്റ് പ്യൂരിറ്റി കിട്ടും. അത് ഈ 24 ക്യാരറ്റ് എന്നല്ല, ഏത് ഗോൾഡ് ആണെങ്കിലും അത്രേ ഉള്ളൂ. കറക്റ്റ് മെഷർമെന്റ്, കറക്റ്റ് പ്യൂരിറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് പ്യൂരിറ്റി കിട്ടും. അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കുക. ബാങ്കിൽ കൂടി ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു ഫോളോ അപ്പ് നിങ്ങൾ ബാങ്കിൽ കൂടി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ബാങ്കിലും സേഫ് ആയിരിക്കും. കൂടാതെ ഈ വീഡിയോ ഇപ്പൊ ബാങ്കിലുള്ള ആൾക്കാരും എല്ലാവരും ഞാൻ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷെയർ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ മാനേജ്മെന്റ് ആയിട്ട് സെർച്ച് ചെയ്യുക. കാരണം ഗോൾഡ് ഇത്ര വലിയ റേറ്റ് ഇങ്ങനെ ഉണ്ടാകുന്ന ടൈമിൽ ഇത്ര നല്ലോണം കൂടിക്കൊണ്ടുണ്ട് ഗോൾഡ്. അപ്പോൾ കൂടുതൽ ഗോൾഡിലേക്കാണ് ഇപ്പോൾ ഈ ഫ്രോഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ, കള്ളത്തരം കാണിക്കുന്ന ആൾക്കാരൊക്കെ കൂടുതൽ ഗോൾഡിലേക്കാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. കാരണം 1-2 grams കിട്ടിയാലും അവർക്ക് അറിയാം അറൗണ്ട് 30,000, അറൗണ്ട് 25-30,000 വരെ റേറ്റ് കിട്ടും 1-2 grams അവർ കള്ളത്തരം ചെയ്ത് കഴിഞ്ഞെങ്കിൽ. അപ്പോൾ 1 kilo ഒക്കെ ആയി കഴിഞ്ഞെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങളൊന്ന് നോക്ക്. അപ്പോൾ തീർച്ചയായും ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തൊക്കെ പ്രിക്കോഷൻസ് കാര്യങ്ങളാണ് എടുക്കേണ്ടത് ശ്രദ്ധിക്കുക. നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് കാര്യങ്ങൾ എടുക്കേണ്ടത് ഞാനിത് ഒന്നുകൂടി ചർച്ച ചെയ്യുന്നില്ല. കാരണം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തതുകൊണ്ട് അതൊന്നുകൂടി ഞാൻ ചെയ്യുന്നില്ല. തീർച്ചയായും അത് നിങ്ങൾ കാണുക. എങ്ങനെയാണ് നിങ്ങൾ 24 ക്യാരറ്റ് ഗോൾഡ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായും ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ഫ്രോഡുകളൊക്കെ പലതും നടക്കുന്നുണ്ട്. ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഗോൾഡിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം ലോകത്തിലെ ഏറ്റവും വില കൂടിയ ലോഹം ഗോൾഡ് ആണ്. അപ്പൊ എല്ലാവരും ഗോൾഡിലേക്കാണ് ഫോക്കസ് ചെയ്തുകൊണ്ട് ഉള്ളത്. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗോൾഡിലേക്കാണ്. അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോ ആയിരിക്കും. തീർച്ചയായും നിങ്ങൾ എല്ലാവരും കാര്യം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ഫ്രോഡുകളെ നിങ്ങൾ മനസ്സിലാക്കുക. എന്തൊക്കെ പ്രിക്കോഷൻസ് കാര്യങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾ നോക്കുക. അതിന് വേണ്ടിയിട്ട് എൻ്റെ ലാസ്റ്റ് വീഡിയോ കാണുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ നല്ല ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കാണുക. ഈ വീഡിയോ ഞാൻ തന്ന വീഡിയോ കാണുക. ഈ എൻ്റെ എക്സ്പ്ലനേഷൻ ഉള്ള വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക. കാരണം എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവാം. കാരണം ഞാനൊരു ബിഗിനേഴ്സ് ആണ്, ആദ്യമായിട്ടാണ് ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ 2-3 വീഡിയോ ആയിട്ടുള്ളൂ. എന്നാലും നിങ്ങൾക്കൊരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുക. എൻ്റെ വീഡിയോ ഒന്ന് കാണണമെന്ന് ഞാൻ പറയുന്നില്ല. വേറെ അതേഴ്സ് ഉള്ള വീഡിയോ നിങ്ങൾ വേണമെങ്കിൽ കാണുക, കണ്ടിട്ട് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ ഗൂഗിളിലോ എന്തിലും വേണമെങ്കിൽ സെർച്ച് ചെയ്തിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ. തീർച്ചയായും എൻ്റെ ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഈ ചാനൽ ഡീറ്റെയിൽസ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് അടുത്ത ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് കാണാം. അപ്പോൾ എല്ലാവർക്കും